Hello, welcome to my channel. Here I am sharing unfiltered moments. Yes, എൻ്റെതല്ല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെതല്ല എൻ്റെ ഫുൾ ഫിഗർ. ഈ തലയിന്മേലൊരു താജ്മഹൽ പണിയണം. യെസ്, അത് തന്നെയാണ് ഹെയർ കട്ട് വ്ലോഗ്. ലെറ്റ്സ് ഗോ. യെസ്, ഇതാണ് ദ റൂട്ട്സ്. ആക്ച്വലി എൻ്റെ കഴിഞ്ഞ ഹെയർ കട്ടും ഇവിടെ നിന്നായിരുന്നു. എനിക്കിവിടുത്തെ ആംബിയൻസ് ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ വൈ. വെറുതെ സംസാരിച്ച് നിൽക്കാതെ ഞാൻ എൻ്റെ ഫേവറേറ്റ് സെഗ്മെൻറ്റിലോട്ട് പോകട്ടെ. യെസ്, ദിസ് ഈസ് ദ പാർട്ട് ഐ എൻജോയ്. സോ ആക്ച്വലി എനിക്ക് ഈ ഹെയർ കട്ട് ടൈമിൽ കിട്ടുന്ന ഈ ഒരു ഹെയർ വാഷ് അതെനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ചിലപ്പോൾ എന്നെപ്പോലെ തോന്നുന്ന വേറെ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും, എനിക്കറിയില്ല. എനിവേ, ഞാൻ ആ ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ച് പോകുന്നതും അത് തന്നെയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ഹെഡ് മസാജ് കിട്ടിയ അപ്പോൾ തന്നെ ഉറക്കം വരും. അങ്ങനെ നല്ലൊരു ഹെഡ് മസാജ് ആയിരുന്നു കിട്ടിയത്. ഭയങ്കര പ്രൊഫഷണൽ സ്റ്റാഫാണ് കേട്ടോ റൂട്ട്സിലുള്ളത്. ആർക്കെങ്കിലുമൊക്കെ ഹെയർ കട്ട് ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയെല്ലാം കഴുകി ഇറക്കി അപ്ലൈഡ് ദ ഫോളോയിങ് കണ്ടീഷനിങ് ആൻഡ് വെയിറ്റഡ് പേഷ്യൻ്റ്ലി. ആ കിടപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടാപ്പിയായി. ഇനി എന്താ, വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. ഗൈസ്, ഇതാണ് എൻ്റെ ആഫ്റ്റർ ലുക്ക്. എൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് ദ സ്റ്റൈലിസ്റ്റ് മിസ്റ്റർ അലക്സ്. വളരെ പ്രൊഫഷണലായൊരു മനുഷ്യൻ. അങ്ങനെ ഇനി എന്താ, ഒരു 10 മിനിറ്റ് എനിക്ക് എന്നെ തന്നെ ഒന്ന് വായി നോക്കണം. എന്ത് ഭംഗിയല്ലേ. എനിവേ, എനിക്കിനി അടുത്ത് ഐബ്രോ ഷേപ്പിംഗ് ഉണ്ട്. സോ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് ഐബ്രോ ത്രെഡിങ് ചെയ്യാമെന്നാണ് ആദ്യമേ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് കുറച്ച് നേരം കണ്ണാടിയൊക്കെ നോക്കി അത് കഴിഞ്ഞ് ഐബ്രോ ത്രെഡിങ് സെക്ഷനിലേക്ക് ചെന്നു. അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞൊരു വീഡിയോ എടുത്തു തന്നു. ബട്ട് ആക്ച്വലി എനിക്ക് ഈ ഒരു ക്ലിപ്പാണ് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത്. ഭയങ്കര എനിക്കെന്തോ എന്നെ തന്നെ നോക്കിയിരിക്കാൻ തോന്നുന്നു. ഇനി കുറച്ച് ഷോർട്ട് ടൈമാണ്. നമ്മുടെ മമ്മൂക്ക പറഞ്ഞതുപോലെ സൺഗ്ലാസ് എനിക്കൊരു വീക്ക്നെസ്സാണ്. അങ്ങനെ ഞാൻ മുടി അങ്ങോട്ടിട്ടു ഇങ്ങോട്ടിട്ടു. അവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തു. സ്വന്തമായി തൃപ്തിയടഞ്ഞു. ആക്ച്വലി നമുക്ക് വേണ്ടതും അതുതന്നെയാണ്, ഇത് സെൽഫ് ലവ്. കാരണം നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മളെ ഉള്ളൂ എന്ന് ഒരു മൊമെൻറ്റിൽ നമ്മൾ റിയലൈസ് ചെയ്യും ചിലപ്പോൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുതന്നെയാണ്, ഒരിക്കലും ജീവിക്കാൻ മറക്കരുത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ.